ലോകത്ത് എവിടെ ചെന്നാലും അവിടെ ഒരു മലയാളി ഉണ്ടാകുമെന്ന് സിനിമകളിൽ ഉൾപ്പെടെ ഹിറ്റായ ഒരു ഡയലോഗാണ്. അതുപോലെയാണ് ഇന്ത്യക്കാരുടെ കാര്യം. എവിടെ നിന്ന് ഇന്ത്യക്കാർ ചേക്കേറിയ രാജ്യങ്ങൾ നിരവധിയാണ്. തൊഴിലിനും വിദ്യാഭ്യാസത്തിനുമായാണ് ഇന്ത്യക്കാർ മറ്റു രാജ്യങ്ങളിലേക്ക് പോയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരുള്ള രാജ്യം ഏതാണെന്ന് നോക്കാം. ഗൾഫ് മേഖലയിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ പ്രവാസികൾ ജോലി ചെയ്യുന്ന രാജ്യം UAE ആണ്. ഏകദേശം 38 ലക്ഷത്തോളം ഇന്ത്യക്കാർ UAE മാത്രം ജോലി ചെയ്യുന്നുണ്ടെന്നാണ് കണക്ക്. 25.9 ലക്ഷവുമായി സൗദി അറേബ്യയും 10.2 ലക്ഷവുമായി കുവൈറ്റുമാണ് പട്ടികയിൽ 2ഉം 3ഉം സ്ഥാനങ്ങളിൽ വരുന്നത്. 5ാം സ്ഥാനത്തുള്ള ഖത്തറിൽ 7.7 ലക്ഷം ഇന്ത്യക്കാർ ഉണ്ടെന്നും കണക്കുകൾ പറയുന്നു. 7.4 ലക്ഷം പേരുമായി ഒമാനാണ് 6ാമത്. ജോലി നേടി പോകുന്നവർക്ക് പുറമെ നിരവധി ആളുകൾ ഗൾഫ് മേഖലയിലേക്ക്, പ്രത്യേകിച്ച് UAEയിലേക്ക് വിനോദസഞ്ചാരത്തിനായും പോകുന്നു. UAE പുറത്തുള്ള മറ്റ് ഗൾഫ് രാജ്യങ്ങൾ ടൂറിസം മേഖലയിൽ വലിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയിൽ നിന്നുൾപ്പെടെയുള്ള വലിയ ഒഴുക്ക് ഇവിടങ്ങളിലേക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നാൽ ഒമാനിൽ നിന്നും ഇതിന് വ്യത്യസ്തമായി ചില കണക്കുകളാണ് പുറത്തുവരുന്നത്. ഇന്ത്യയിൽ നിന്ന് മാത്രം ഒമാനിലേക്ക് വിനോദസഞ്ചാരത്തിനായി എത്തിയവരുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. വിനോദസഞ്ചാര കേന്ദ്രമെന്ന നിലയിൽ അടുത്തിടെ വലിയ പ്രചാരം നേടിയ രാജ്യമാണ് ഒമാൻ. മുൻ വർഷത്തെ റെക്കോർഡ് തകർത്തുകൊണ്ട് ഈ വർഷം ഇന്ത്യയിൽ നിന്ന് 7 ലക്ഷത്തിലധികം വിനോദസഞ്ചാരികൾ എത്തുമെന്നാണ് ഒമാൻ സർക്കാർ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. 2023 6 ലക്ഷത്തിലധികം ഇന്ത്യൻ വിനോദസഞ്ചാരികൾ ഒമാൻ സന്ദർശിച്ചു. അന്നുവരെയുള്ളതിലെ ഏറ്റവും ഉയർന്ന സംഖ്യയായിരുന്നു ഇത്. വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന വ്യത്യസ്തമായ ഭൂപ്രകൃതിയുള്ള രാജ്യമാണ് ഒമാൻ. രാജ്യത്തെ ഇന്ത്യൻ പ്രവാസി സമൂഹവും ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ വർധനവിന് കാരണമാണ്. ഇന്ത്യക്ക് പുറമെ അയൽ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള സന്ദർശനത്തിലും 2024 വലിയ രീതിയിലുള്ള വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ടൂറിസം മേഖലയിലെ വികസനത്തിനായി ഭരണാധികാരികൾ വലിയ തോതിൽ പണം ചിലവഴിക്കുന്നുണ്ടെന്ന് ഒമാൻ പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നുണ്ട്. ഒമാൻ എക്രോസ് ദ ഏജസ് മ്യൂസിയം, മുസദാമസിലെ ലോങ്സ്റ്റ് സീപ്ലെയിൻ, ജബൽ അദ്ബറിലെ നസീം അഡ്വഞ്ചർ പാർക്ക്, മസ്കറ്റിലെ ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്റർ തുടങ്ങിയ പദ്ധതികളിലായി ഒമാൻ വൻ നിക്ഷേപമാണ് നടത്തിയിരിക്കുന്നത്. വിനോദസഞ്ചാര മേഖല വർഷം മുഴുവൻ സജീവമാണെങ്കിലും ഒക്ടോബറിലും മാർച്ചിനും ഇടയിലാണ് രാജ്യം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം. ഗൾഫ് മേഖലയിൽ UAE കഴിഞ്ഞാൽ ഇന്ത്യക്കാരുടെ ജനപ്രിയ രാജ്യം സൗദി അറേബ്യയാണ്. ഇവിടെ 26.4 ലക്ഷം പ്രവാസികളാണ് താമസിക്കുന്നത്. കുവൈറ്റിൽ 10 ലക്ഷം ഇന്ത്യക്കാരാണ് ഉള്ളത്. മറ്റു രാജ്യങ്ങളിലെ ഇന്ത്യക്കാരുടെ എണ്ണം ഇതിന് താഴെയാണ്. ഈ വർഷം ജൂൺ 30 വരെ 1.8 ലക്ഷം പൗരന്മാർക്ക് വിദേശ ജോലിക്കായി ഇന്ത്യ ഇമിഗ്രേഷൻ ക്ലിയറൻസ് നൽകിയിട്ടുണ്ട്. 2023 3.98 ലക്ഷം പേർക്കാണ് ആകെ ഇമിഗ്രേഷൻ ക്ലിയറൻസ് നൽകിയിരുന്നത്. 10ാം ക്ലാസ്സിൽ താഴെയുള്ള വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഇന്ത്യക്കാർക്കാണ് സർക്കാരിൽ നിന്നുള്ള ഇമിഗ്രേഷൻ ക്ലിയറൻസ് ആവശ്യമായിട്ടുള്ളത്. നഴ്സുമാർ അടക്കമുള്ള ചില തൊഴിലുകൾക്കും വിദേശത്ത് ജോലി ചെയ്യാൻ ക്ലിയറൻസ് ആവശ്യമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രവാസികളെ സംഭാവന ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ്. 2020 ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് 1.8 കോടി ഇന്ത്യക്കാർ ജന്മനാടിന് പുറത്ത് താമസിക്കുന്നുണ്ട്. ചില രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികൾ ഒരു രാജ്യത്തല്ലെങ്കിൽ ഏതെങ്കിലും പ്രദേശത്ത് കേന്ദ്രീകരിക്കുമ്പോൾ ഇന്ത്യൻ പ്രവാസികൾ എല്ലാ ഭൂഖണ്ഡങ്ങളിലും പ്രദേശങ്ങളിലും ഉണ്ടെന്ന് UN നിരീക്ഷിച്ചിട്ടുണ്ട്. ഗൾഫിന് പുറമെ അമേരിക്ക, ഓസ്ട്രേലിയ, UK എന്നിങ്ങനെ പടിഞ്ഞാറൻ രാജ്യങ്ങളിലും ഇന്ത്യക്കാർ സജീവമാണ്.